അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫാമിലി ഒക്കെ ഉണ്ട്, നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വാ. ഹായ് ഹായ്. ആദ്യം വന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. പേരെന്ന് പറയാമോ? ലിംനാസ്. ഹിസാന. യൂസഫ്. ഐഷാബി. അത് പിള്ളേര് അതൊരു കാര്യമുണ്ട്, അതിന് വേണ്ടിയാണ് പിള്ളേര് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നത് ഇപ്പോൾ പുതിയൊരു പേജ് തുടങ്ങിയത് എന്താ ജോക്കർ ഫ്രം കൊച്ചി എന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാർഡുകളുണ്ട്, അത് മിക്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം. ആരാണെന്ന് വെച്ചാൽ എടുത്തോ, എല്ലാം എടുത്തോ, ഞങ്ങൾ മിക്സ് ചെയ്തോ. ആ എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക്. അതെ, എന്താണെന്ന് അറിയാം. അത് തന്നെ കൊച്ചിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയല്ല, തിരിച്ചു വെച്ചിട്ട് മിക്സ് ചെയ്തു. ഓ അത് നോക്കി. അല്ല അങ്ങനെ ഒന്നുമില്ല, മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇഷ്ടമുള്ള എടുത്തോ. ആ എല്ലാവർക്കും എടുക്കാമെങ്കിൽ എല്ലാവർക്കും എടുക്കാം. എല്ലാത്തിനും എന്താണ് എടുത്തോ. എന്താണ് അതിലെ ക്വസ്റ്റ്യൻ നോട്ടെ? നമ്മളെല്ലാവരും ധരിച്ചാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ മാസ്ക് ധരിച്ചാണോ ജീവിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോന്നുള്ളതാണ്. അതെ, എല്ലാരും അവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് കാണിച്ചിട്ടല്ല എല്ലാരും. ചിലപ്പോ വിഷമങ്ങളുള്ളവരായിരിക്കും, എന്നാലും ഹാപ്പി ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ചിലപ്പോ വേറെ ഇപ്പൊ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിൽ അങ്ങനത്തെ ഇതുള്ളവരാണെങ്കിലും നല്ല സാധാരണക്കാരെ പോലെ നടക്കുന്നുണ്ട്. പിന്നെ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സമൂഹത്തിൽ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പേഴ്സണാലിറ്റി മാറ്റി വെച്ചിട്ട് വേറെ ഫേക്ക് പേഴ്സണാലിറ്റി ഇട്ട് നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ട്. ശരിയാണ്. ഇക്കൊക്കെ എന്താണ് പറയാനുള്ളത്? മൊത്തത്തിൽ സമൂഹം മിക്കവരും മാസ്ക് വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് മോശമായവരുണ്ട്, അല്ലാത്തവരുണ്ട്, നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. എല്ലാവരും ഇപ്പൊ ധരിക്കുന്നുണ്ട്. എല്ലാവരും അടങ്ങിയതാണ് നമ്മുടെ ഈ സമൂഹം അല്ലേ? പിന്നെ അപ്പൊ സന്തോഷത്തെ കൊല്ലം പറയണ്ടല്ലോ ഇല്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് സന്തോഷം. പിന്നെ ഇനി ഒരു കാര്യം ചോദിച്ചത്, മക്കളും കൂടെ വന്നേ, രണ്ട് വന്നേ. വാ ഇങ്ങോട്ട് ഒരു കാര്യമുണ്ട്. വാ. എനിക്ക് വിഷു കൈ നീട്ടം കൊടുക്കാൻ സാധിച്ചില്ല. അന്നത്തെ ദിവസം കുറച്ച് പ്രശ്നങ്ങൾ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ആ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ അതും കൂടി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അന്ന് വിഷു കൈ നീട്ടം കൊടുക്കാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. കാരണം കോയിൻസൊക്കെ എടുത്ത് വെച്ച് അത് വരെയും ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പിറ്റേ ദിവസം. അപ്പോൾ മോളുടെ പേര് പറഞ്ഞേ. പേര് ഇല്ലേ? ആ പേര് തഹ്ലിയ. നീ എത്രയാണ് പഠിക്കുന്നത്? 8ല് 9ലേക്ക്. പ്ലസ് 2. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ അവളെയാണ് എയിം ചെയ്തത് കേട്ടോ. എന്താണ് പേര് പറഞ്ഞത്? ഇങ്ങോട്ട് വന്നേ. ഇത് വെറുതെ തന്നെയല്ല, പിടിച്ചേ, വിഷു കൈ നീട്ടം. അപ്പോൾ വിഷു കൈ നീട്ടമല്ല, ഇതെന്തിനാണെന്നറിയാം? അന്ന് ഞാൻ ഇറങ്ങാൻ പറ്റാത്തൊരു സങ്കടം തീർക്കാനെന്ന് ഇറങ്ങിയെന്ന് പറയില്ലേ. വിഷു കൈ നീട്ടമല്ല, നേരെ മറിച്ച് നിനക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് യൂസ് ചെയ്യാം ആ കാശ്. ഇല്ലാത്ത പക്ഷം ഭിക്ഷാടനം നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. മറിച്ച് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് കുറേ അമ്മമാരൊക്കെ ഉണ്ടാവും, അയൽവാസികൾ. ഇപ്പോൾ ഭക്ഷണം മേടിക്കാൻ കാശില്ലാട്ടോ, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തതോ, അല്ലെങ്കിൽ അപ്പാപ്പന്മാരാരാണോ, നീ അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചു വെക്കണം. ഓക്കെ ആണോ? അന്നൊന്ന് ക്ഷയിക്കണം. അടിപൊളി. കൊടുത്തേക്കൂലേ? നിനക്ക് ആവശ്യമുണ്ട് നിനക്ക് എടുക്കാം, ഇല്ലെങ്കിൽ അവർക്ക് കേട്ടാ. ഓക്കെ. പേര് എനിക്ക് കിട്ടിയില്ല കേട്ടോ, അതാണ് നിനക്കെന്ന് പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. അസിലിയ. ഓക്കെ. തഹീലിയ. ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം, എല്ലാവരോടും കാണാം. ആ യെസ്. ഓക്കെ. അത് എവിടെയായിരുന്നു കാണണ്ട്? ഇത് കണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ട്. അല്ല, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ. താങ്ക് യു. അതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ ബൈ ബൈ.